എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷനാണ്. എക്സ്ക്ലൂസീവ് തൂക്കി. ഈ കിഴി എക്സ്ക്ലൂസീവ് ആണെന്ന്. അതെ, അതായത് ഒഫീഷ്യൽ ട്രെയിലർ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കിഴി എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അഹങ്കാരം എന്തായിരുന്നു അറിയോ? നിങ്ങൾ ആ കിഴി എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കണം. ഞങ്ങള് എന്തായാലും സംഭവം പുറത്തു വന്നു, പക്ഷെ ഞങ്ങൾ കിഴി എപ്പിസോഡിൽ നിന്ന് ആ ഭാഗം എടുത്ത് മാറ്റൂല, കട്ട് ചെയ്യൂല. അത് കാണണം നിങ്ങൾ. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എമ്മാരി സാധനങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊരു ചെറ്റമാണ്, എന്തൊരു അഹങ്കാരികളാണ് നിങ്ങൾ മനസ്സിലാക്കണം. ചെറ്റാത്ത പോലത്തെ വേറെ സാധനം ഞാൻ ഉപയോഗിക്കുന്നത്, അങ്ങനെ യൂസ് ചെയ്യരുത്. ഞാൻ അതാണ് നിർത്തിയത്. അങ്ങനെ യൂസ് ചെയ്യരുത്, അത്രക്ക് മോശമാണെന്ന് തോന്നിപ്പിക്കരുത്. ഓക്കെ, എന്തായാലും സത്യമായിട്ട് കേട്ടോ, നന്നായിട്ട് അഹങ്കാരത്തോടെ ഇന്ന ടൈം കഴിയുമ്പോൾ സാധനം എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ എപ്പിസോഡ്. അതിൽ നമ്മൾ 12 മണി എന്നല്ലേ പറഞ്ഞേ? 12 മണി. അത് ഇന്ന് ഇച്ചിരി കുറച്ച് പറയണമല്ലോ. സംശയിച്ചാലോ? ഞങ്ങൾക്ക് എല്ലാം അറിയാന്നുള്ളത്. സംശയിച്ചാലോ? ഒരു ഒറ്റ കാര്യം പറയാം. ഇന്നലെ ഐമാക്സിന്റെ പോസ്റ്റർ വരും എന്നുള്ളത് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 6 മണിക്ക് എത്തുമ്പോൾ അതിങ്ങനെ കാണുമ്പോ നമ്മൾ വീണ്ടും കാണുകയാണല്ലോ നമ്മൾ പറഞ്ഞ സംഭവം. അത് കണ്ടിട്ട് കുറച്ച് അഹങ്കരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോ മറ്റേ ചെറുക്കൻ വന്നിട്ട് അത് പൊട്ടിച്ചിട്ടുണ്ട്. മുന്നേ വിട്ട് നേരത്തെ ഇട്ടിട്ട് അത് കൊളാക്കിട്ട് ഇന്ന് വൈകുന്നേരം ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. 6 മണിക്ക് അതിന്റെ റിയാക്ഷൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിന് മുന്നേ കിഴി എപ്പിസോഡ് ഇടണം. കിഴി എപ്പിസോഡ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ കിടന്നിട്ട് കുറച്ച് കുന്തളിപ്പുണ്ട്. അതിങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒക്കെ പോയി, എല്ലാം മുഞ്ചി. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോസ്റ്റർ കാണാം. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്ന പോസ്റ്റർ. തീപ്പന്തം തീകോളം എന്നൊക്കെ പറഞ്ഞു മടുത്ത്. അതെ, അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. നോ രക്ഷ. ഗംഭീര പോസ്റ്റർ, അത്രല്ലേ. എന്തായാലും ട്രെയിലർ വരുന്നത് 1/8-നാണ്, അതും ഉച്ചയ്ക്ക്. എല്ലാവരും കരുതിയിരിക്കുന്നത് മിക്കവാറും നാളെ 7 മണി അല്ലെങ്കിൽ 9 മണി എന്നൊക്കെ ആയിരിക്കും. ആ ഒരു പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കിഴി എപ്പിസോഡ് വരിക. എന്നിട്ട് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഉച്ചക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കുറേ പേര് ചീത്ത വിളിക്കും. കുറേ പേര് ഉച്ചക്കോ നെവർ, ഒരു സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ കമൻറ്റ് വരും. അതിനുശേഷം 6 മണിക്ക് ഇതിൻ്റെ ഈ പോസ്റ്റ് വരും. അപ്പോൾ ശരിയാണല്ലോ ഇവന്മാര് പറഞ്ഞത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു അഹങ്കാരം ഉണ്ടാവും. ഞങ്ങളുടെ ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങൾ ശരിക്കും സൈക്കോ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇത് സൈക്കോന്റെ അല്ല, ഇത് മലയാളികൾക്കുള്ള സൈക്കോ തന്നെ, മലയാളികളുടെ പ്രത്യേകത. അതല്ല, ഈ സാധനം വരാൻ പോണ സാധനം ഇട്ടിട്ട് കമന്റ് ഇങ്ങനെ വരും. ആ കമന്റ് നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് നിന്നിട്ട് ഈ കമന്റ് ഇട്ടവരൊക്കെ പൊട്ടന്മാരാകുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ ആ വൈകുന്നേരം. ആ സന്തോഷമാണ് ഇപ്പൊ വീണുടഞ്ഞ് ഇല്ലാണ്ടായി പോയത്. അഹങ്കാരത്തിന് അപ്പപ്പാടി ഇട്ടു. എന്തായാലും ഇവർ ഇത് അനൗൺസ് ചെയ്തതും, അതായത് ട്രെയിലർ നാളെ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അനൗൺസ്മെന്റ് വന്നതും 1/8-നാണ്. എന്താണ് ഈ 1/8-നുള്ള അത്ര പ്രത്യേകതകൾ? 1/8-ന് പല പ്രത്യേകതകളും ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ്? 1/7 കഴിഞ്ഞിട്ടുള്ള സമയമാണ് 1/8. 1/9-ന് തൊട്ട് മുന്നുള്ള സമയമാണ് 1/8. രാഹുൽ അനുസരിച്ച് ഹിന്ദുയിസം രീതിയിൽ എന്തൊക്കെയുണ്ടല്ലോ? ഹിന്ദുയിസം രീതിയിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ മൊബൈൽ എടുക്കേണ്ടി വരും, അല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞുതരാം. ആരും വേറെ ഉണ്ടാക്കരുത്. പറഞ്ഞുതരാം. ഓക്കെ, ഇൻ ഹിന്ദുസം 108 കേട്ടോ, അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഡിവൈൻ, കോസ്മിക് എനർജി ആൻഡ് ദി വോൾനെസ് ഓഫ് എക്സ്റ്റൻസ്. അതായത് ഈ സമയത്താണ് ഹിന്ദുസ് ഇതില് ഈ ടൈമാണ് ഇവർ നോക്കിയിട്ടുള്ളത്. ഇത് പുറത്ത് വിടുന്ന സമയം. അതെ, പിന്നെ അത് മാത്രല്ല, ഇനി സിനിമാറ്റിക് രീതിയിൽ 108 1/8. യെസ്, അതിനെ കുറിച്ച് ബൈബിളിലെ ഇതെടുത്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് വാക്യങ്ങൾ: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. ഇത് ഭയങ്കര സാധനമായി. ഇത് ഒന്നുകൂടി കണക്ട് ആവുന്നത് ഇതുമായിട്ടായതുകൊണ്ട്. പിന്നെ മാത്രല്ല കഥാപാത്രവും അതെ അതെ എല്ലാ കാര്യങ്ങളും ഇതിനോടാണ് കണക്ട് ആവുന്നത്. പിന്നെ ലൂസിഫറിലെ പല ഡയലോഗുകളും നമുക്കറിയാം ബൈബിളിലെ
അതെ പല സംഭവങ്ങളുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് അതെ കണക്ട് ആയി പോകുന്നുണ്ട്. അതായത് ഒരു ട്രailer പുറത്ത് വിടുന്നതിൻ്റെ സമയം രാഹുൽ അവർ നോക്കി എന്നുള്ളത് ഓക്കെ, അതിലത് കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തുകൊണ്ട് 108 തിരഞ്ഞെടുത്തു എന്നുള്ളത് മറ്റൊരു കണക്ഷൻ കൂടി കിട്ടുന്നു. അതായത് ഇപ്പോൾ ആള് വായിച്ച ആ വാക്യങ്ങൾ ഗംഭീര സംഭവമുണ്ട്. എന്താണെങ്കിലും പക്ഷേ നിരാശ നമ്മുടെ അതെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സത്യമായിട്ടോ ഞങ്ങളാ അഹങ്കാരം കുറഞ്ഞു കിട്ടാൻ. അതെ അഹങ്കാരം കുറഞ്ഞ ഞങ്ങൾ ആ കിഴി എപ്പിസോഡ് ഇങ്ങനെ റീച്ച് കയറുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. വീഡിയോ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയതാ, വീട്ടിലെത്തിയപ്പോ വന്നു, ഞാൻ വീട്ടിലെത്തി ശരി എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രിപ്പറേഷനിലായിരുന്നു. ആ സമയത്തുണ്ട് മിസ് കോള് വരുന്നു, അളി ആ സാധനം വന്നു പോയി കിഴി എപ്പിസോഡ് കിഴി ഞാൻ ഞെട്ടിപ്പോയി. എടുത്തു നോക്കുമ്പോ ഇതേ കിടക്കുന്ന അനൗൺസ്മെന്റ് പോസ്റ്റർ. എന്തായാലും ഈ പോസ്റ്ററിൽ ഇല്ലുമിനാറ്റി റെഫറൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ലുമിനാറ്റി റെഫറൻസ് എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്, എവിടെയൊക്കെ നോക്കിക്കോ എല്ലാത്തിലും വരാറുണ്ട്. ഇതിൽ ഒന്നും ഇല്ല കേട്ടോ. ഇത് പ്രത്യേകിച്ച് എന്താണെന്നറിയോ, ഇത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് പുറത്തിട്ടുള്ളത്. എമ്പുരാൻ എന്നുള്ള ടൈറ്റിൽ പോലും ഇവർ യൂസ് ചെയ്തിട്ടില്ല. അടിയിൽ ഒരു ചെറിയൊരു എഴുത്ത് ഹാഷ്ടാഗിൽ കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താണെങ്കിലും നമുക്കറിയാലോ നാളെ ഇത് എത്തിക്കഴിഞ്ഞാൽ. അല്ല ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ സിനിമ ഈ ട്രെയിലർ 1/8-നാണ്, നാളെ റീ റിലീസ് ആണ് ലൂസിഫർ. ആരെങ്കിലും ആ സിനിമയ്ക്ക് പോകും? ഇത് 1/8 ശരിയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു 9 മണിക്കൊക്കെ ഷോ വെക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ഒക്കെ ചിലപ്പം 9, 3, 12 എന്നാലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാ. അത് പ്രശ്നം തന്നെയാണ്. എന്തായാലും നാളെ നട്ടുച്ചക്ക് ഈ ചൂടത്ത് നട്ടുച്ചക്ക് തീ കത്തും, അത് ഷുവറാണ്. കാരണം 3 മിനിറ്റും 51 സെക്കൻഡുമാണ് ഈ ട്രailerന്റെ ഡ്യൂറേഷൻ. പിന്നെ ഈ ഉച്ചക്ക് കത്തുന്ന തീക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കാണൂലെന്നുള്ളൂ, നല്ല ആളിപ്പടല്ലേ. നമ്മളിങ്ങനെ നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റില്ല കണ്ണില്, പക്ഷെ തീ ഉണ്ടല്ലോ ഭീകരായിരിക്കും, 1.5 തീയായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും നാളെ ഉച്ചക്ക്. എന്തായാലും ഇതിൽ തന്നെ അതായത് ഓരോ പോസ്റ്ററിൽ തന്നെ നന്നായിട്ട് കത്തിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ട്രailer എന്തായിരിക്കും, ഇനി അതിലെന്തൊക്കെ കാണാൻ പോകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ചോദ്യമാണ്. എന്തായാലും നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing.